ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ IB സെക്യൂരിറ്റി ടെസ്റ്റിന്റെ ടയർ 3 എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ടയർ 2 ക്ലിയർ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ, അതുപോലെ തന്നെ ടയർ 1 സേഫ് മാർക്ക് സ്കോർ ചെയ്തവർ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിന് ഇൻ്റർവ്യൂവിന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നിങ്ങൾ എക്സാം ഡേറ്റോ റിസൾട്ടോ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ, നമുക്കറിയാം UPSC ലെവലാണെന്ന് നമ്മൾ പറയുന്നു, ഫൈനൽ സ്റ്റേജ് ആണ്, അതുകൊണ്ട് വളരെ പ്രയാസമാണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മളറിയാം കുറച്ച് ക്ലാസ്സുകൾ, കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതായത് ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഒക്കെ കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് മെയിനായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും ടോപ്പിക്സുകളും ഡീപ്പായിട്ട് പഠിക്കേണ്ടത്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ കൂടുതൽ പേർക്കും ഇതിനകത്തോണ്ട് കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ പറയാം, നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബയോഡാറ്റ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ മുതൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഹോം ടൗൺ, ഇതെല്ലാം ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ വർക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന പ്രൊഫഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ഏരിയാസ് ആണ്. സോ ഓഫ് കോഴ്സ് ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ എന്തുണ്ടാകും, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതവിടെ നിൽക്കട്ടെ. അല്ലാതെ എന്തൊക്കെ ടോപ്പിക്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്, എന്തൊക്കെ ഏരിയാസിലാണ് നമ്മൾ പഠനം കണക്ട് ചെയ്യേണ്ടത് നോക്കിയാൽ, ഫസ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നാഷണൽ സെക്യൂരിറ്റി, എൻ്റയർ നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയല്ലോ, കൂടുതൽ നമ്മൾ സ്റ്റാറ്റിക് ഫാക്ട്സും അല്ലാത്ത എല്ലാം സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ്. നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പേരാണ് ഡോക്ടർ അശോക് കുമാറിൻ്റെ ബുക്കാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്റേണൽ സെക്യൂരിറ്റി ബേസ് ബുക്കിനകത്ത് വരുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും പഠിക്കേണ്ടത്. സോ നാഷണൽ സെക്യൂരിറ്റിയിൽ തന്നെ നിങ്ങൾ എന്താണ്, IBയുടെ ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഇന്റേണൽ സെക്യൂരിറ്റിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, നാഷണൽ സെക്യൂരിറ്റി പഠിക്കണം, അത് ഇന്റേണൽ സെക്യൂരിറ്റി എപ്പോഴും കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, അതുമായിട്ട് റിലേറ്റുള്ള കാര്യങ്ങൾ പഠിക്കുക. സൈബർ സെക്യൂരിറ്റി, ടെററിസം, മെയിൻലി ജമ്മു കാശ്മീർ മിലിറ്റൻസിയെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ആൻഡ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലെ എന്താണ് ഇൻസർജൻസിയെ കുറിച്ച് പഠിക്കുക. അങ്ങനെ ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇൻ ഡീപ്പ് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ ആണെങ്കിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡോക്ടർ അശോക് കുമാറിൻ്റെ ഇന്റേണൽ സെക്യൂരിറ്റി ബേസ് ബുക്കുകൾ ക്ലാസ് ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു കൺഫ്യൂഷനും വേണ്ട, ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ടോപ്പിക്സിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ സെക്യൂരിറ്റി ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്നു, സ്റ്റേറ്റ് ലെവൽ ഇവൻസിനേക്കാൾ കൂടുതൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ ഇവൻസിനെ കുറിച്ച് വേണം ഇൻ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവൻറ്റ്സ് ഞാൻ പറയുന്നു, എപ്പോഴും ഞാൻ പറയുമായിരുന്നു വാട്ട്, വെയർ, ഇതൊന്നും അല്ല പഠിക്കേണ്ടത്, വൈ, എന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്, എന്തിനേക്കാണ് അവിടുത്തെ ഇവൻറ്റ്സിൽ പ്രയോറിറ്റി കൊടുത്തത്, അതിന് എന്തെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അതെല്ലാം പഠിക്കണം. അത് നിങ്ങൾ കറണ്ട് അഫേഴ്സിൽ ഇന്റർനാഷണൽ നാഷണൽ ഇവൻറ്റ്സ് പഠിക്കുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി റിലേറ്റഡ് ഇവൻറ്റ്സ്, ഗ്ലോബൽ സെക്യൂരിറ്റി റിലേറ്റഡ്, നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ ഗ്ലോബൽ സെക്യൂരിറ്റി റിലേറ്റഡ് ഇവൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കുകയും വേണം. ഓഫ് കോഴ്സ് അത് കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് കൊടുക്കണം അല്ലേ. അതുപോലെ സ്റ്റേറ്റ് ലെവൽ ഇവൻറ്റ്സ് പഠിക്കേണ്ടതെന്നല്ല, നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ട് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ് ലെവൽ ഇവൻറ്റ്സും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സെക്യൂരിറ്റി റിലേറ്റഡ് എന്ത് ഇവൻറ്റ്സ് കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ. ആൻഡ് ബോർഡർ ഡിസ്പ്യൂട്ട്സ്, ബോർഡർ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ് അല്ലേ. ഇന്ത്യയുടെ ബോർഡർ ഡിസ്പ്യൂട്ട്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്, അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവിടെ എപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ഫാക്ച്വൽ നോളജ് നോക്കുന്നതിനേക്കാൾ കൂടുതൽ IBയിൽ എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഓരോ സ്റ്റേജിൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്, അതായത് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് IB റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്ത് ചെയ്യും, അവിടെ പ്രൊവൈഡ് ചെയ്യും. അവിടെ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് അവർ എന്ത് ചെയ്യും, അവർ വാല്യൂ ചെയ്യുകയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ റെസ്പോൺസ് നോക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ബേസ്ഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അത് കൂടുതൽ ചെയ്യുന്ന ആസ് ആൻ IB ഓഫീസർ ചില സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് ആസ് ആൻ IB ഓഫീസർ നിങ്ങൾ അവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് IBയുടെ ഇന്റർവ്യൂ, ACAയുടെ ആണെങ്കിലും സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദെയർ ആർ IB കണക്റ്റഡ് ക്വസ്റ്റ്യൻ, IBയുടെ ഹിസ്റ്ററി, IBയുടെ വർക്കിംഗ് എങ്ങനെയാണ്, IBയുടെ ജൂറിസ്ഡിക്ഷൻ എന്തൊക്കെയാണ്, IBയുടെ കോംപ്ലിമെന്ററി ബോഡീസ് ഏതൊക്കെയാണ്, IBയുടെ ടാസ്കുകൾ എന്തൊക്കെയാണ്, അങ്ങനെ IB കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ IBയെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ, ഒരു ഇൻഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം എന്താണ്
ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു കോംപ്രമൈസും ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കണ്ടന്റ് ഇതിനകത്ത് കാണുക. ബാക്കി പേഴ്സണാലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീപ്പായിട്ട് ഓരോ വീഡിയോസിൽ പറയും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ IB റിലേറ്റഡ് ക്ലാസ് വേണം, നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ക്ലാസ്സുകൾ വേണം, നിങ്ങളുടെ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഓറിയന്റേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കറണ്ട് അഫേഴ്സ് നമുക്കറിയാം വൈഡാണ്. അതിൽ ഏതൊക്കെയാണ് IB ഇന്റർവ്യൂ നിങ്ങൾ ഏതിനൊക്കെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ കറണ്ട് അഫേഴ്സ് ബേസ്ഡ് ഡീപ്പ് ക്ലാസ്സുകൾ വേണം. ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ IBയുടെ മോക്ക് ഇന്റർവ്യൂ ബാച്ച് എന്ന്, IBSയുടെ ഇന്റർവ്യൂ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം IBPS ടയർ 2 കേസിലാണെങ്കിൽ പോലും നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം പലരും ഫേസ് ചെയ്ത് ക്വാളിറ്റി ക്ലാസ്സുകളുടെ അഭാവം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന് ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സുകൾ ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ബാച്ചിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും ഓഫ് കോഴ്സ് ടയർ 2 എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ടയർ 3ക്കും നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. സോ ലിമിറ്റഡ് ആണ്. എത്രയും വേഗം നിങ്ങൾ മാക്സിമം നേരത്തെ ജോയിൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ടൈമില്ല. കൃത്യമായിട്ട് റെഗുലർ ബേസിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇന്റർവ്യൂ സ്ട്രാറ്റജിയുടെ എല്ലാം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മോക്ക് ഇന്റർവ്യൂ ഉണ്ടാകും, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പേഴ്സണലൈസ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും, മോസ്റ്റ് എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആൻഡ് ബോഡി ലാംഗ്വേജ് ട്രെയിനിങ്. അങ്ങനെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു ഇന്റർവ്യൂ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ ടയർ 1 അല്ലെങ്കിൽ ടയർ 2 റിസൾട്ട് നിങ്ങൾ ഫോക്കസ് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ഇയറിലേക്ക് ട്രൈ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് IBSക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച്, നെക്സ്റ്റ് ഇയറിലെ IBS സെക്യൂരിറ്റി ടെസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച് നമ്മൾ ASAP അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ടയർ 1 പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യും. ടയർ 2 അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ടയർ 2 ഡിസ്ക്രിപ്റ്റീവിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നതായിരിക്കും. ആൻഡ് ഇന്റർവ്യൂവിൻ്റെ ഗൈഡൻസ്, രണ്ടും ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂവിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ലോങ് ടേം ബാച്ചാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടയർ 1 എക്സാം മുതൽ ഇന്റർവ്യൂ വരെ വാലിഡിറ്റി ഉള്ള ഒരു ബാച്ചാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻസ് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ആയിരിക്കും. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആയിരിക്കും. ടയർ 1 വേണ്ടിയുള്ള കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഒന്നും വേണ്ട. നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും നോട്ട്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ PYQ ബേസ് റിവിഷനും ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ റിവിഷൻ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സാമിന് പോകും. ഓക്കെ, സോ 2 ബാച്ചിലേക്ക് നമുക്ക് ഇപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ക്വാളിറ്റി ക്ലാസ്സുകളാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇന്റർവ്യൂവിന് നിങ്ങളെ റെഡിയാക്കുന്ന ബാച്ച് തന്നെയാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് IBSയുടെ ലോങ് ടേം ബാച്ച് നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമ്മുടെ ഇന്റർവ്യൂ വരെ നീണ്ടുനിൽക്കുന്ന ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക. സ്ക്രോൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ഉള്ളതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.